ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണ്? കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയിൽ അതായത് നമ്മുടെ 2024 LDC 2024 ഓരോ 5 ഘട്ടങ്ങളായിട്ട് നടത്തിയ 10 ജില്ലകളിലായി 5 ഘട്ടങ്ങളായി നടത്തിയ എക്സാംസിനെയാണ് നമ്മൾ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ നമ്മൾ ഫിസിക്സ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ബയോളജി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട ഓരോ ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട കുറച്ച് അനുബന്ധ വസ്തുതകളുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. രാജദ്രാവകം അഥവാ അക്വാറീജിയ എന്നാൽ, അതായത് എന്താണ് രാജദ്രാവകം, എന്താണ് അതിന് ഉപയോഗിക്കുന്നത്, അതിൽ അനുപാതം എത്രയാണെന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ ഏതാണ്? നൈട്രിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത് 1:3 എന്ന അംശബന്ധത്തിലാണ് എന്തുണ്ടാക്കുന്നത്? നമ്മുടെ അക്വാറീജിയ അഥവാ രാജകീയ ദ്രാവകം എന്നറിയപ്പെടുന്ന അക്വാറീജിയ ഉണ്ടാക്കുന്നത്. നൈട്രിക് ആസിഡ്, ഇത് തിരിഞ്ഞു പോകരുത്, നൈട്രിക് ആസിഡ് ആണ് 1%, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് 3%. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക, നൈട്രിക് ആസിഡ്. ഓക്കെ, അതിന് നൈട്രിക് ആസിഡ് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്കത് 1 ആണ്. അതേപോലെ തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിക്കേ, ഇതിന് 3 പാർട്ടില്ലേ. അപ്പോൾ ഇതാണ് 3, 1:3 ആണെന്ന് നമ്മൾ പഠിച്ചു വെക്കുക. അതിൽ ഏതാണ് 1 ഏതാണ് 3 എന്നാണ് എല്ലാവർക്കും തിരിഞ്ഞു പോകുന്നത്. അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് എന്തുള്ളത്? 3% ഉള്ളത്. നൈട്രിക് ആസിഡ് എന്താണ്? 1% ആണ്. ഇതിൻ്റെ നിറം എന്ന് പറയുന്നത് എത്രയാണ്? നൈട്രിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? HNO3:HCl. ഇതിങ്ങനെയാണ്. ഒരു HNO3യും 3 ഹൈഡ്രോക്ലോറിക് ആസിഡും ചേർന്നാണ് രാജകീയ ദ്രാവകം. അതായത് 1:3 ആണ് അംശബന്ധം എന്ന് പറയുന്നത്. ഇതിൻ്റെ നിറം വരുന്നത് മഞ്ഞ നിറത്തിലാണ്. അതേപോലെ സ്വർണം അതേപോലെ പ്ലാറ്റിനം എന്നിവയ്ക്ക് ലയിക്കുന്ന ദ്രാവകമാണ് അക്വാറീജിയ എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല എന്താണ് വരുന്നത്? മോളിക്കുലർ ഫോർമുല അതും കൂടി ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. എന്താണ് മോളിക്കുലർ ഫോർമുല എന്ന് പറയുമ്പോൾ എന്ത് വരും? എത്ര ക്ലോറിൻ ഉണ്ട് ഇതിൽ? 3 ക്ലോറിൻ ഉണ്ട് അല്ലേ? അപ്പോൾ Cl3. അതേപോലെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? ഇവിടെയും ഒരെണ്ണമുണ്ട്, ഇവിടെ 3 ഉണ്ട്. സോ H4 ആണ്. അടുത്ത എന്ത് വരും? ഓക്സിജൻ, നൈട്രജൻ ഇവിടെ 1 ഉള്ളൂ. പിന്നെ എന്താണ്? ഓക്സിജൻ എന്ന് പറയുന്നത് എത്ര വരും? അതേപോലെ തന്നെ ഓക്സിജൻ ഇവിടെ എത്രയാണ്? 3 ഓക്സിജൻ ആണുള്ളത്. സോ ഇവിടെ HNO3. ഇങ്ങനെയാണ് ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത്. ആരാണ് അക്വാറീജിയ എന്ന ഇത് കണ്ടെത്തിയത്? അത് ജാബിർ ഇബിൻ ഹയാൻ എന്ന വ്യക്തിയാണ് എന്ത് കണ്ടെത്തിയത്? ജാബിർ ഇബിൻ ഹയാൻ എന്ന വ്യക്തിയാണ് രാജകീയ ദ്രാവകമായ അക്വാറീജിയ കണ്ടെത്തിയത്. ഈ അക്വാറീജിയ എന്താണ്? അടച്ചു സൂക്ഷിക്കില്ല. ഇത് മെയിനായിട്ട് എന്താണ്? ഗ്ലാസ് കണ്ടെയ്നേഴ്സിലാണ് സൂക്ഷിക്കുന്നതെങ്കിലും അത് അടച്ചു സൂക്ഷിക്കില്ല. കാര്യം എന്താണ്? അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും അതെന്ത് സംഭവിക്കും? പൊട്ടിത്തെറിക്കുക, സ്ഫോടനത്തിനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഇത് അടച്ചു സൂക്ഷിക്കില്ല. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 94/2024 ആണ്. ഈ ക്വസ്റ്റ്യൻ വിശകലനം ചെയ്ത് പോയവർക്ക് അടുത്തൊരു എക്സാംസിനും ഇതേ ക്വസ്റ്റ്യൻ, അടുത്തൊരു ഘട്ടം എഴുതിയവർക്ക് എന്ത് ചെയ്യാൻ മാർക്ക് കിട്ടുന്ന കാര്യം ഇതേ ക്വസ്റ്റ്യൻ തന്നെ അടുത്തൊരു ഘട്ടത്തിലും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താഴെ പറയുന്നവയിൽ യഥാർത്ഥ ലായനി ഏതാണ്? അത് സോഡിയം അമാൽഗമാണ് ഇവിടുത്തെ യഥാർത്ഥ ലായനി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ യഥാർത്ഥ ലായനി എന്ന് പറഞ്ഞാൽ അതിലെ അതിനുള്ളിൽ കിട്ടുന്ന സാധനങ്ങൾ എന്താണ്? വലിപ്പം വളരെ കുറവായതുകൊണ്ട് അവയെ നഗ്നനേത്രങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? കാണാനായിട്ട് പറ്റില്ല. അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ എന്താണ്? പ്രകാശപാത കാണാൻ പറ്റില്ല. എക്സാമ്പിളാണ് നമ്മുടെ പഞ്ചസാര ലായനിയും അതേപോലെ നേർപ്പിച്ച ആസിഡ് എന്നൊക്കെ പറയുന്നത് എന്താണ്? യഥാർത്ഥ ലായനിക്ക് ഉദാഹരണമാണ്. ഇത് ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് നമുക്ക് വേർതിരിക്കാനും പറ്റത്തില്ല. ഇതൊക്കെയാണ് യഥാർത്ഥ ലായനിയുടെ പ്രത്യേകതകൾ. ഈ കഴിഞ്ഞ LDCയുടെ ആണോ ഏതോ ഒരു എക്സാം 2021 ചോദിച്ച ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയൊക്കെയായിരുന്നു. യഥാർത്ഥ ലായനിയുടെ മേന്മ ആയതെന്നും പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് പറഞ്ഞു? പ്രകാശപാത കാണാൻ പറ്റും. പക്ഷെ അതിൽ പറ്റുമോ? ഇല്ല. യഥാർത്ഥ ലായനിയിൽ പ്രകാശപാത കാണാൻ കഴിയില്ല. അതെന്ന് പറയുന്നത് എന്താണ്? ലീനകണികകളുടെ വലിപ്പം വളരെ കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. തെറ്റാണ്, വലിപ്പം കുറവാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് അരിച്ചെടുക്കാൻ സാധിക്കില്ല. അതാണ് അവിടെ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് വന്നിരുന്നത്. അപ്പോൾ ഈ സാധനങ്ങൾ തന്നെ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. അതിൻ്റെ തന്നെ വേറൊരു ടൈപ്പിൽ ഇപ്രാവശ്യം ചോദിച്ചു എന്നേ ഉള്ളൂ. ഇനി പാലെന്ന് പറയുമ്പോൾ എന്താണ്? പാല് എന്ന് പറയുന്നത് കൊളോയിഡാണ്. കൊളോയിഡ് സസ്പെൻഷനാണ്. കൊളോയിഡാണ് പാലെന്ന് പറയുന്നത്. എന്താണ് കൊളോയിഡിന് മറ്റു എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? നമ്മുടെ മഷി, അതേപോലെ മൂടൽമഞ്ഞ്, ഇതൊക്കെ എന്താണ്? കൊളോയിഡ്സ് ആണ്. മൂടൽമഞ്ഞ്, അതേപോലെ പാല്, പുക, ഇവയൊക്കെ എന്താണ്? കൊളോയിഡ്സ് ആണ്.
ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവയ്ക്ക് പ്രകാശബാധ കാണാൻ പറ്റും. അതേപോലെ തന്നെ ടിൻഡൽ എഫക്റ്റ്, നമ്മൾ പ്രകാശം പഠിക്കാനാണ്, ടിൻഡൽ പ്രഭാവം കാണിക്കുന്നതാണ് ഈ കൊളോയിഡ്സ് എന്ന് പറയുന്നത്. ഇനിയുള്ളതാണ് സസ്പെൻഷൻ എന്ന് പറയുന്നത്, ചെളിവെള്ളം അതേപോലെ തന്നെ നമ്മുടെ ചുണ്ണാമ്പ് വെള്ളമൊക്കെ സസ്പെൻഷനാണ്. നമുക്കെന്താ അത് കുറേ നേരം അനക്കാതെ വെച്ചിരുന്നാൽ എന്ത് സംഭവിക്കും? അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് എന്ത് സംഭവിക്കും? അതിൻ്റെ അടിയിൽ ഇങ്ങനെ നമ്മൾ ചെളിവെള്ളമൊക്കെ എടുത്തിട്ട് കുറേ നേരം അനക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ അതെന്താ പ്രസിപ്പിറ്റേഷൻ, അതിൻ്റെ അടിയിൽ ഇതിങ്ങനെ അടിഞ്ഞുകൂടും. അപ്പോൾ അതൊക്കെ എന്താണ്? അതൊക്കെ സസ്പെൻഷനായിട്ട് വരാം. ഓക്കെ, അപ്പോൾ യഥാർത്ഥത്തിൽ അയനിയുണ്ട്, അതേപോലെ കൊളോയിഡ്സ് ഉണ്ട്, സസ്പെൻഷൻ ഉണ്ട്. ഇതെല്ലാം ഒന്ന് ഓടിച്ചെങ്കിലും ഗൈഡ് നോക്കി ഏതെങ്കിലും ഒരു പുസ്തകം എടുത്തുക, ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടിട്ടേ പോകാവൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്ന ഏതാണ്? സിങ്ക് ബ്ലെൻഡ് എന്ന് പറഞ്ഞാൽ സിങ്ക് സൾഫൈഡിനെയാണ് സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത്, സിങ്ക് സൾഫൈഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഏത് വിഷയമായിരുന്നു? ക്വാണ്ടം ഡോട്ട്സിന്റെ കണ്ടുപിടുത്തത്തിനാണ്. ആർക്കൊക്കെ? നമ്മുടെ മൗഗി ജി ഭവണ്ടി, അതേപോലെ തന്നെ ലൂയിസ് ഇ ബ്രൂസ്, പിന്നെയുള്ളത് അലക്സി ഐ എക്കിമോവ്. ഇത് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ലാസ്റ്റ് നടന്ന LDക്ക് ചോദിച്ചത് എന്തായിരുന്നു? താഴെ തന്നിരിക്കുന്നവയിൽ രസതന്ത്ര നോബൽ സമ്മാനവുമായി ബന്ധപ്പെട്ടവർ കിടക്കുന്നവർ ആരൊക്കെയെന്ന് ചോദിച്ചിട്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇവർ 3 പേരും തന്നു, പിന്നെ ഫിസിക്സിൽ കെമിസ്ട്രി എല്ലാം കൂടി മിക്സ് ആക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തവർക്ക് ആ പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് എളുപ്പമായിരുന്നില്ലേ? എളുപ്പമായിരിക്കും. കാര്യം അനലൈസ് ചെയ്തവർക്ക് അത് മനസ്സിലാകും എന്താണെന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവൽ ഏത് സംയുക്തത്തിൻ്റെ നിർമ്മാണത്തിനാണ് സ്പോഞ്ചി അയൺ ഉൾപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത്? ഏത് സംയുക്തത്തിൻ്റെയാണ്? അമോണിയയുടെ നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്ന പേരെന്താണ്? ഹേബർ പ്രക്രിയ എന്ന് പറഞ്ഞാൽ അത് അമോണിയയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ്. അതറിയപ്പെടുന്ന പേരാണ്. അതിൽ ഉപയോഗിക്കുന്ന ഉൾപ്രേരകമാണ്. ഉൾപ്രേരകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്റ്റ് അത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നില്ല എങ്കിലും ഒന്നുകിൽ രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ സ്വാധീനിക്കുന്നുണ്ടാകും, അല്ലേ? ഒന്നുകിൽ അത് വേഗത കൂട്ടും അല്ലെങ്കിൽ വേഗത കുറക്കും. അപ്പോൾ രാസപ്രവർത്തനത്തിൽ ഡയറക്റ്റ് ഏർപ്പെടാതെ രാസപ്രവർത്തന വേഗതയെ നിയന്ത്രിക്കുന്നവയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഉൾപ്രേരകങ്ങൾ എന്ന് പറയുന്നത്. അതിൽ അമോണിയയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഉൾപ്രേരകമാണ് സ്പോഞ്ചി അയൺ. അമോണിയയുടെ നിർമ്മാണം അറിയപ്പെടുന്ന പേരാണ് എന്താ? ഹേബർ പ്രക്രിയ. ഇനി സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്ന പേരെന്താണ്? അത് സമ്പർക്ക പ്രക്രിയ എന്നാണ്. സമ്പർക്ക പ്രക്രിയ എന്ന് പറഞ്ഞാൽ എന്താണത്? സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണമാണ്. അതിനുപയോഗിക്കുന്ന ഏതാണ്? വനേഡിയം പെൻഡോക്സൈഡ് ആണ് എന്തിനുപയോഗിക്കുന്നത്? നമ്മുടെ സമ്പർക്ക പ്രക്രിയയായ സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയയായ സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൾപ്രേരകം എന്ന് പറയുന്നത് V2O5 വനേഡിയം പെൻഡോക്സൈഡ് ആണ്. അടുത്തതാണ് ഓസ്വാൾഡ് പ്രക്രിയ എന്തിൻ്റേതാണ്? ഓസ്വാൾഡ് പ്രക്രിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ നൈട്രിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് എന്താ? ഓസ്വാൾഡ് പ്രക്രിയ എന്ന്. ഇനി ഇതിൽ ഉപയോഗിക്കുന്ന ഉൾപ്രേരകമാണ് എന്താ? പ്ലാറ്റിനം. അതേപോലെ വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഉൾപ്രേരകം ചോദിക്കാറുണ്ട്. അതേതാണ്? അത് നിക്കലാണ് വനസ്പതിയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഉൾപ്രേരകം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കലാമിൻ എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? കലാമിൻ സിങ്കിൻ്റെ അയിരാണ് കലാമിൻ എന്ന് പറയുന്നത്. ഏതൊക്കെയുണ്ട് സിങ്കിന് മറ്റ് അയിരുകൾ എന്ന് പറയുന്നത്? സിങ്ക് ബ്ലെൻഡ്, നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ? സിങ്ക് ബ്ലെൻഡ് സിങ്കിൻ്റെ അയിരാണ്. അതേപോലെ മറ്റൊന്നാണ് സിൻസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിൻസൈറ്റ് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? നമ്മുടെ സിങ്കിൻ്റെ ഒരു അയിരാണ്. ഇനി അലൂമിനിയത്തിൻ്റെ അയിരുകൾ ഏതൊക്കെയാണ്? ബോക്സൈറ്റ്, ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചോദിക്കുന്നതാണ് അല്ലേ? ബോക്സൈറ്റ്, അതേപോലെ തന്നെ ക്രയോലൈറ്റ്, ഇതൊക്കെ എന്തിൻ്റേതാണ്? അലൂമിനിയത്തിൻ്റെ അയിരുകളാണ്. ഇനി ഇരുമ്പ് വരുമ്പോഴേക്കും അതെന്ത് വരും? ഹേമറ്റൈറ്റ് ഇരുമ്പിൻ്റേതാണ്. അതേപോലെ മാഗ്നറ്റൈറ്റ് ഉണ്ട്. പിന്നെയുള്ളത് ഏതാണ്? സിഡറൈറ്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു സിഡറോസിസ്, ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗിരണവുമായി ബന്ധപ്പെട്ട് വരുന്ന അസുഖമാണ് എന്ത് പറയുന്നത്? സിഡറോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ സിഡറൈറ്റ് എന്താണ്? ഇരുമ്പിൻ്റെ അയിരാണ്. അതേപോലെ അയൺ പൈറൈറ്റൈസ്, അത് പിന്നെ നമുക്ക് പേര് കേൾക്കുമ്പോൾ അറിയാം അല്ലേ? അയൺ പൈറൈറ്റൈസ്. ഇതൊക്കെ എന്താണ്? നമ്മുടെ ഇരുമ്പുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അടുത്തതാണ് ചെമ്പ് എന്ന് പറയുന്നതാണ് കോപ്പറിൻ്റെ അയിര് ഏതൊക്കെയാണ്? മാലക്കൈറ്റ്, അതേപോലെ ചാർക്കോലൈറ്റ്, പിന്നെയുള്ളതാണ് കോപ്പർ പൈറൈറ്റീസ്. ഇതൊക്കെ എന്തിൻ്റേതാണ്? നമ്മുടെ കോപ്പർ അഥവാ ചെമ്പിൻ്റെ അയിരുകളാണ്. പിന്നെയുള്ളതാണ് നമുക്ക് കുറച്ച് പഠിക്കാനുള്ളത് ലെഡിൻ്റെ അയിരുകൾ ഏതൊക്കെയാണ്? ഗലീന, അതേപോലെ ലിത്താർച്ച്,
ലിത്താർച്ച്, അതേപോലെ തന്നെ സെറുസൈറ്റ്. ഇതൊക്കെ എന്തിൻ്റെതാണ്? സെറുസൈറ്റ്. ഇതെല്ലാം ലെഡിൻ്റെ അയിരുകളാണ്. അടുത്തതാണ് നമ്മുടെ മെർക്കുറിയുടെ അയിരിൻ്റെ പേരെന്താണ്? മെർക്കുറിയുടെ അയിരാണ് സിന്നബാർ. ഇതൊക്കെ കോമൺ ആയിട്ട് PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതേപോലെ തോറിയത്തിൻ്റെ അയിരാണ് എന്താ? മോണോസൈറ്റ് ആണ് തോറിയത്തിൻ്റെത്. മോണോസൈറ്റ്. പിന്നെയുള്ളതാണ് യുറേനിയത്തിൻ്റെ അയിര് ഏതാണ്? യുറേനിയം. അത് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. പിച്ച് ബ്ലെൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? യുറേനിയത്തിൻ്റെ അയിരാണ്. ഇപ്പം മെർക്കുറി, സിന്നബാർ, തോറിയം, മോണോസൈറ്റ്, യുറേനിയം, പിച്ച് ബ്ലെൻഡ്. ലെഡ് ആണെങ്കിൽ ഗലീന, ലിത്താർച്ച്, സെറുസൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ. നമുക്കറിയാം ഹൈഡ്രജൻ എഴുതുന്നത് ഇങ്ങനെയാണ് അല്ലേ? അവിടെ ന്യൂട്രോണിൻ്റെ അഭാവമുണ്ട്. അപ്പം ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ്. ഇത് ശരിയാണ്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ഫ്ലൂറിനാണ്. ഇത് ശരിയായ പ്രസ്താവനയാണ്. ആറ്റോമിക് നമ്പർ, മാസ് നമ്പർ എന്നിവ വ്യത്യസ്തമായ മൂലകമാണ്. ഹൈഡ്രജൻ ആണോ? ഇങ്ങനെയല്ലേ നമ്മൾ എഴുതുന്നത്? ഇത് രണ്ടും ഒന്ന് തന്നെയല്ലേ? അപ്പോൾ ഇതാണ് നമുക്കിവിടെ തെറ്റായ പ്രസ്താവന. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഡ്രൈസെൽ ഇലക്ട്രോഡായി ഉപയോഗിക്കുന്ന ഒരു മൂലകമാണ് സിങ്ക്. ഇപ്പോൾ പഠിച്ചു വെച്ചോളണം. ഇനി നമ്മൾ ചോദിക്കട്ടെ, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം നമ്മൾ പറഞ്ഞു ഫ്ലൂറിനാണെന്ന്. എങ്കിൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറവുള്ള മൂലകം ഏതൊക്കെയാണ്? അത് ഫ്രാൻസിയം, അതേപോലെ തന്നെ സീസിയം. ഫ്രാൻസിയവും സീസിയവുമാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറവുള്ള മൂലകങ്ങൾ എന്ന് പറയുന്നത്. എങ്കിൽ ചോദിക്കട്ടെ, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ചോദിച്ചാൽ അതേതാണ്? അത് ഓക്സിജൻ ആണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ ചോദിച്ചാൽ അതേതാണ്? അതും നമ്മുടെ ഓക്സിജൻ ആണ്. പക്ഷേ എങ്കിൽ പ്രപഞ്ചം ചോദിച്ചാലോ? പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചാൽ അത് ഹൈഡ്രജൻ ആണ്. അന്തരീക്ഷ വായു ചോദിച്ചാലോ? അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അത് നൈട്രജൻ ആണെന്ന്. ഏറ്റവും കൂടുതൽ അതേപോലെ ഐസോട്ടോപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഏറ്റവും കൂടുതൽ സ്ഥിരതയുള്ള ഐസോട്ടോപ്പുകൾ ഉള്ളത്, ഏറ്റവും കൂടുതൽ എണ്ണം ഐസോട്ടോപ്പുകൾ ഉള്ളത് എന്തിനാണ്? നമ്മുടെ ടിന്നിനാണ്. ഏകദേശം 10 ഐസോട്ടോപ്പുകളാണ് ടിന്നിനുള്ളത്. ഏറ്റവും കുറവ് ഐസോട്ടോപ്പ് ചോദിച്ചാൽ അത് ഏതാണ്? ഹൈഡ്രജൻ ആണ്. അത് 3 എണ്ണമാണ്. നമുക്കറിയാം പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം എന്നീ 3 എണ്ണമാണ് ഹൈഡ്രജനുള്ള ഐസോട്ടോപ്പുകൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക്ക് ആരംഭിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ബാംഗ്ലൂരാണ്. ഇത് നമ്മുടെ കെമിസ്ട്രിയോട് റിലേറ്റഡ് ആണ്. പക്ഷേ ആ ഒരു സെക്ഷനിൽ തന്നിരുന്നുകൊണ്ട് വിട്ടു പോകണ്ടെന്ന് കരുതി ഇൻക്ലൂഡ് ചെയ്തതന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്താണ് ബാംഗ്ലൂർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗൺ മെറ്റലിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കോപ്പർ, ടിന്ന്, സിങ്ക് എന്നിവയാണ് ഗൺ മെറ്റലിൽ അടങ്ങിയിരിക്കുന്നത്. കോപ്പർ, ടിന്ന്, സിങ്ക്. ഇതിൽ തന്നെ ഈ കോപ്പറും സിങ്കും ചേർന്നാൽ അതെന്താണ്? അതാണ് നമ്മുടെ പിച്ചള അഥവാ ബ്രാസ് എന്ന് പറയുന്നത്. കോപ്പറും സിങ്കുമാണ്. ഇനി ഈ കോപ്പറും ടിന്നുമാണെങ്കിലോ, ഈ കോപ്പറും ടിന്നും കൂടി ചേരുമ്പോൾ അതെന്തായിട്ട് മാറും? അതാണ് ഓട്. അതായത് എന്താണ്? ബ്രോൺസ് എന്ന് പറയുന്നത് കോപ്പറും ടിന്നുമാണ്. കോപ്പറും സിങ്കുമാണ് കൂട്ടിച്ചേർക്കുന്നതെങ്കിൽ പിച്ചള. ഇവ 3ഉം കൂടി കൂടിച്ചേർത്താലാണ് എന്ത് വരുന്നത്? ഗൺ മെറ്റൽ വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ് വിമാനത്തിൻ്റെ ഭാഗങ്ങളൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഡ്യൂറാലുമിൻ എന്തൊക്കെ ചേരുന്നതാണ്? അത് കോപ്പറുണ്ട്, അലൂമിനിയം ഉണ്ട്, അതേപോലെ മഗ്നീഷ്യം ഉണ്ട്, പിന്നെയുള്ളത് മാംഗനീസ് ആണ്. കോപ്പർ, അലൂമിനിയം, കോപ്പറാണ്, കാൽഷ്യം അല്ല, Cu ആണ്. കോപ്പർ, അലൂമിനിയം, മഗ്നീഷ്യം, അതേപോലെ മാംഗനീസ് എന്നിവയാണ്. ഉരുളക്കിഴങ്ങ് പോലുള്ള വിളകൾക്ക് അനുയോജ്യമായ pH. ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് 117/2024 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഉരുളക്കിഴങ്ങ് പോലുള്ള വിളകൾക്ക് അനുയോജ്യമായ മണ്ണിൻ്റെ pH എന്ന് പറയുന്നത് 5 ആണ്. അതായത് pH എന്താണ്? pH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ അതാണ് നമ്മുടെ pH എന്ന് പറയുന്നത്. അതായത് ഈ pH അതേപോലെ നമ്മുടെ ക്യാരറ്റ്, ക്യാബേജിനൊക്കെ എത്രയാണെന്ന് ചോദിക്കാറുണ്ട്. അത് 7-8 ആണ്. ക്യാരറ്റ്, ക്യാബേജ് എന്നിവയ്ക്ക് അനുയോജ്യമായ pH എന്ന് പറയുന്നത് 7-8 ആണ്. അപ്പോൾ pH എന്ന് പറഞ്ഞാൽ എന്താണ്? പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ ആണ്. pH സ്കെയിൽ കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിക്കാറുണ്ട്. അതാരാണ്? സൊറൻസൺ ആണ്. pH 7 ആണ് നമ്മൾ ന്യൂട്രൽ എന്ന് പറയുന്നത്. 7-ൽ കുറവാണെങ്കിൽ അതെന്താണ്? അത് ആസിഡ് ആണ്. 7-ൽ കുറവ്. 7-ൽ കൂടുതലാണെങ്കിൽ അതെന്തായിട്ട് വരും? ആൽക്കലി ആയിട്ട് പറയും. ആൽക്കലി. ഓക്കെ, ഇനി നമുക്കറിയാം രക്തത്തിൻ്റെ pH വാല്യൂ എത്രയാണ്? അത് 7.4 ആണ്. അപ്പോൾ അത് ആസിഡിക് നേച്ചറാണോ ആൽക്കലി നേച്ചറാണോ? അത് ആൽക്കലി നേച്ചറാണ്. അതേപോലെ ആമാശയത്തിൽ നമുക്ക് ആസിഡ് ഉണ്ടല്ലേ, ആമാശയത്തിലെ pH വാല്യൂ എന്ന് പറയുന്നത് 1.6 മുതൽ 1.8 വരെയാണ്. പിന്നെയുള്ളതാണ്
ഉമിനീരിൽ എന്ന് പറയുന്നത് എത്രയാണ്? 6.4 ആണ്. അപ്പോൾ അത് അസിഡിക് നേച്ചറാണ്. അതേപോലെ പാലെന്ന് പറയുന്നത് 6.4 ആണ് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത്. അതേപോലെ 6.8 ആണ് NCERT ടെക്സ്റ്റ് ബുക്കിൽ +1 ബുക്കിൽ കിടക്കുന്നത്. അപ്പോൾ രണ്ടും ഒന്ന് അറിഞ്ഞിരിക്കുക. രണ്ടും ചിലപ്പോൾ പരീക്ഷയ്ക്ക് തരാം, രണ്ടും കൂടി തരില്ല എന്തായാലും. പക്ഷേ അതിൽ ഏത് തന്നാലും നമ്മൾ അറിഞ്ഞിരിക്കുക. പാൽ ഒന്നെങ്കിൽ 6.4 അല്ലെങ്കിൽ 6.8 ആണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, എന്താണ് ബഫർ ലൈൻ? ബഫർ ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ രക്തം എന്ന് പറയുന്ന ഒരു ബഫർ ലൈൻ. ചിലപ്പോൾ തന്നിരിക്കുന്നതിൽ ബഫർ ലൈനിക്ക് ഉദാഹരണം ചോദിച്ച് രക്തം തരാം. രക്തം എന്ന് പറയുന്ന ഒരു ബഫർ ലൈനിയാണ്. അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേർപ്പിക്കുമ്പോഴോ നമ്മൾ ചെറിയ അളവിൽ ആസിഡോ അല്ലെങ്കിൽ ബേസോ ചേർക്കുമ്പോഴോ ഉണ്ടാകുന്ന ഒരു pH, നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ആസിഡിക് സംഭവത്തിലേക്ക് നമ്മൾ കുറച്ചും കൂടി ആസിഡ് ഒഴിച്ചു കഴിയുമ്പോൾ അതിൻ്റെ pH വാല്യൂ കൂടും. പക്ഷെ എന്താണ്, ആ പെട്ടെന്ന് ഉണ്ടാകുന്ന ആ ഒരു വ്യതിയാനത്തെ പ്രതിരോധിക്കുന്ന വിധത്തിലുള്ള ലായനികളെയാണ് എന്തെന്ന് പറയുന്നത്, ബഫർ സൊല്യൂഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബഫർ ലായനി എന്ന് പറയുന്നത്. ബഫർ ലായനിക്ക് ഉദാഹരണമാണ് എന്ത്, രക്തം. അതായത് എന്താണ് പറയുന്നത്, നേർപ്പിക്കുമ്പോഴോ ചെറിയ അളവിൽ ആസിഡോ ആൽക്കലിയോ ബേസോ ചേർക്കുമ്പോഴോ ഉണ്ടാകുന്ന pH വ്യതിയാനത്തെ പ്രതിരോധിക്കുന്ന ലായനികളെയാണ് എന്തെന്ന് പറയുന്നത്, ബഫർ സൊല്യൂഷൻ അല്ലെങ്കിൽ ബഫർ ലായനികൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രീസിംഗ് മിശ്രിതം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലവണമാണ് എന്ത്, ടേബിൾ സോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്രീസിംഗ് മിശ്രിതം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ്. ദ്രവ്യത്തിൻ്റെ ഏതവസ്ഥയാണ് 2023 കണ്ടെത്തിയത്? അത് ചിറാൽ ബോസ് ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. ദ്രവ്യത്തിന് നമുക്കറിയാം എങ്ങനെയൊക്കെയാണ്, ഫസ്റ്റ് ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ്, ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഇത് 5ാമത്തേതാണ്. 9ാമത്തെ അവസ്ഥ ചോദിക്കാറുണ്ട്, എന്താണ്, ജാൻ ടെല്ലർ മാറ്റർ 9ാമത്തെ അവസ്ഥയാണ്. അതേപോലെ കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, ഒരേ സമയം വൈദ്യുത ചാലകമായും, എന്താണ്, ഒരേ സമയം വൈദ്യുത ചാലകമായും അതേപോലെ തന്നെ വൈദ്യുത രോധിയായും അവതരിക്കാൻ കഴിയുന്ന രൂപമാണ് എന്തെന്ന് പറയുന്നത്, ജാൻ ടെല്ലർ മാറ്റർ. ഇത് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ദ്രവ്യത്തിൻ്റെ 9ാമത്തെ അവസ്ഥ ഇതെന്നും അതേപോലെ തന്നെ അത് 2021 LDCക്ക് ചോദിച്ചതാണ്. ഒരേ സമയം വൈദ്യുത ചാലകമായും വൈദ്യുത രോധിയായും അവതരിക്കാൻ കഴിയുന്ന ദ്രവ്യരൂപം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതും ഓഫീസ് അറ്റൻഡ് 2021 ചോദിച്ചാണ്. അതെന്താണ്, ജാൻ ടെല്ലർ മെറ്റൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇലക്ട്രിക് കാറുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററികൾ അടങ്ങിയ പ്രധാന മൂലകം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണത്? ലിഥിയമാണ്. ലിഥിയം എന്ന് പറയുന്നത് ഒരു ആൽക്കലി ലോഹമാണ്. ആൽക്കലി ലോഹങ്ങളിൽ നമുക്ക് മൃദുലോഹങ്ങൾ എന്ന് പറയുന്നൊരു സെക്ഷനുണ്ട്. മൃദുലോഹങ്ങൾ ഏതൊക്കെയാണ്? മൃദുലോഹങ്ങൾ പ്രധാനമായും 3 ഏതൊക്കെയാണ്? ഒന്ന് നമ്മുടെ സോഡിയം, പിന്നെയുള്ളത് പൊട്ടാസ്യം, പിന്നെയുള്ളത് ലിഥിയം. ഈ സോഡിയവും പൊട്ടാസ്യവുമാണ് എന്തിൽ സൂക്ഷിക്കുന്നത്? മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹങ്ങളാണ് ഏത്? സോഡിയം, പൊട്ടാസ്യം. എന്താ മൃദുലോഹങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് മുറിക്കാൻ ഒരു കത്തി കൊണ്ട് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. അതിനെയാണ് മൃദുലോഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പം മൃദുലോഹങ്ങൾ ഏതൊക്കെയാണ്? സോഡിയമുണ്ട്, പൊട്ടാസ്യമുണ്ട്, ലിഥിയമുണ്ട്. ഇനി ഈ ലിഥിയം എങ്ങനെയാണ് സൂക്ഷിക്കുന്നത്? അത് മെഴുകിൽ പൊതിഞ്ഞിട്ടാണ് ലിഥിയം സൂക്ഷിക്കുന്നത്. മെഴുകിൽ പൊതിഞ്ഞാണ് ലിഥിയം സൂക്ഷിക്കുന്നത്. അതേപോലെ തന്നെ ഏറ്റവും വീര്യമുള്ള നിരോക്സികാരി എന്ന് ചോദിക്കാറുണ്ട്. ഏറ്റവും വീര്യമുള്ള നിരോക്സികാരി ഏതാണ്? അതാണ് നമ്മുടെ ലിഥിയം എന്ന് പറയുന്ന നിരോക്സികാരിയാണ് ലിഥിയം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആധുനിക ആവർത്തന പട്ടികയിലെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ്, 122/24 ആധുനിക ആവർത്തനിക പട്ടികയിലെ ആറ്റോമിക നമ്പർ ഏറ്റവും കൂടിയ മൂലകമാണ് എന്ത്? ഒഗനൈസൺ എന്ന് പറയുന്നത്. അതിൻ്റെ എത്രയാണ്? 118. ആരാണ്? നമ്മുടെ യൂറി ഒഗാനസ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ്റെ ബഹുമാനാർത്ഥമാണ് എന്ത് കൊടുക്കുന്നത്? ഒഗനൈസൺ എന്ന പേര് കൊടുക്കുന്നത്. അപ്പോൾ ഏറ്റവും അവസാനത്തെ മൂലകമാണ് എന്ത്? ഒഗനൈസൺ എന്ന് പറയുന്നത്. 118 കൂടി അറിഞ്ഞിരിക്കുക. ഏത് നിശ്ചിത അനുപാതത്തിൽ ഏതെല്ലാം ഗാഢ ആസിഡുകൾ ചേർത്താണ് അക്വാറേജ് നിർമ്മിക്കുന്നത്? കണ്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞത് സെയിം ക്വസ്റ്റ്യൻ തന്നെയല്ലേ തന്നിരിക്കുന്നത്. എന്താണ് പറഞ്ഞത്? ഹൈഡ്രോക്ലോറിക് ആസിഡ് 3 വേണം, നൈട്രിക് ആസിഡ് 1 വേണം. സോ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് LDCയുടെ 94/2024, അതായത് ട്രിവാൻഡ്രം LDC വിശകലനം ചെയ്ത ഒരാൾക്ക് ഈ ഒരു ഫേസ് വന്നപ്പോഴേക്കും ഈ ഒരു മാർക്ക് എന്തായാലും ഉറപ്പായിട്ടും കിട്ടിയിട്ടുണ്ടാകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശാസ്ത്രജ്ഞനും അവർ മൂലകങ്ങളെ വർഗീകരിച്ചിരിക്കുന്ന ബന്ധവും താഴെ നൽകിയിരിക്കുന്നു. അതിൽ ഏറ്റവും ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പഠിക്കുന്നതാണ് ഡോബറൈനർ ട്രേഡ്സ് എന്ന് പഠിക്കും. അതിങ്ങനെ കണക്റ്റ് ആയത് പഠിക്കുന്നതാണ് ഡോബറൈനർ ട്രേഡ്സ്. അപ്പം നോക്കിക്കേ, ഡോബറൈനർ ട്രേഡ്സ് എന്ന് പറഞ്ഞാൽ ത്രികങ്ങൾ. അപ്പം 4B ആണെന്ന് മനസ്സിലായി. സോ ഇത് രണ്ടുമല്ല ആൻസർ, 4B. പിന്നെ നമ്മൾ പഠിക്കുന്നതാണ് ന്യൂലാൻഡ്സിൻ്റെ ഒക്റ്ററ്റ് ലോ, അഷ്ടക നിയമം, അതും കിട്ടി. 3D ആണെന്ന് കിട്ടി. സോ ആൻസർ ഇത് വരും
ഓപ്ഷൻ ഡി ആണ് ആൻസർ. നോക്കിക്കേ, ഹെൻറി മോസ്ലി എങ്ങനെയാണ് ആറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ മൂലകങ്ങളെ വർഗീകരിച്ചത്. മെൻഡലിയഫ് എങ്ങനെയായിരുന്നു ആറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിലാണ് വർഗീകരിച്ചത്. ന്യൂലാൻഡ്സ് ആണ് ട്രയാഡ്സ്, അതേപോലെ ന്യൂലാൻഡ്സ് ആണ് ഒക്ടറ്റ് അഷ്ടക നിയമം. ഡോബ്രൈനർ ആണ് എന്ത് ചെയ്യുന്നത് ത്രികങ്ങളായിട്ട് വർഗീകരിച്ചത്. ഓക്കെ അല്ലേ? അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഏറ്റവും കാഠിന്യമുള്ള ലോഹമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണത്? ക്രോമിയമാണ് ഏറ്റവും കാഠിന്യമുള്ള ലോഹം എന്ന് പറയുന്നത്. താഴെ തന്നിരിക്കുന്ന ഗ്രാഫുകളിൽ ഏതാണ് ബോയിൽ നിയമം അനുസരിക്കാത്തത്? ബോയിൽ നിയമം, ചാൾസ് നിയമം, അവോഗാഡ്രോ നിയമം, ഗേ-ലൂസാക്സ് നിയമം, ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. ബോയിൽ നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വോളിയവും അതേപോലെ തന്നെ പ്രഷറും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ബോയിൽ നിയമം എന്ന് പറയുന്നത്. ബോയിൽ നിയമം എന്താണ്? രണ്ടും എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ. ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയണം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, അതേപോലെ തന്നെ നമുക്കറിയാം ഇതിങ്ങനെ വരുമ്പോഴേക്കും പി ഇൻറ്റു വി എന്ന് പറയുന്ന ഒരു സ്ഥിരസംഖ്യ കോൺസ്റ്റൻ്റ് ആണെന്ന് നമ്മൾ ബോയിൽ നിയമം പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. ഇതാണ് ബോയിൽ നിയമം. ജനറലി ബോയിൽ നിയമം എന്താണ്? ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയണം. അതായത് ഇവിടെ നോക്കിക്കേ, ഇവിടെ പ്രഷർ കൂടുന്നതനുസരിച്ച് വോളിയം കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ ഇത് ബോയിൽ നിയമം അനുസരിക്കുന്നതാണ്. ഇവിടെ നോക്കിക്കേ, പി വി, ഇവിടെ എന്താ? പി വി ഈക്വൽ ടു കോൺസ്റ്റൻ്റ്. എപ്പോഴും എന്താണ്? പിയും വി ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതും ബോയിൽ നിയമത്തെ അനുസരിക്കുന്നതാണ്. പി കൂടുന്നതനുസരിച്ച് വി ആണോ ഇവിടെ കൂടുന്നത്? 1/v ആണ് കൂടുന്നത്. അപ്പോൾ ഇതും ശരിയല്ലേ? ഇത് രണ്ടും പ്രൊപ്പോർഷണൽ ആണെന്ന് പറയുന്നുണ്ട് അല്ലേ? ഒന്ന് കൂടുന്നതനുസരിച്ച്, പ്രഷർ കൂടുന്നതനുസരിച്ച് 1/v കൂടിക്കൊണ്ടിരിക്കുന്നത്, അതായത് വോളിയം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതും ശരിയാണ്. ഇവിടെ നോക്കിക്കേ, പ്രഷർ കൂടുന്നതനുസരിച്ച് വോളിയം കൂടിക്കൊണ്ടിരിക്കുന്നു ആണോ? അല്ല, പ്രഷർ കൂടുന്നതനുസരിച്ച് വോളിയം കുറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് നമ്മുടെ ബോയിൽ നിയമം. പി വി, ബോയിൽ പാവ എന്ന് പഠിച്ചാൽ മതി. ബോയിൽ പി വി ആണ്. ഓക്കെ, അപ്പോൾ ബോയിൽ നിയമമുണ്ട്, അവോഗാഡ്രോ നിയമമുണ്ട്, ചാൾസ് നിയമം. അവോഗാഡ്രോ നിയമം ആർക്കും തെറ്റില്ല, കാര്യം അത് എപ്പോഴും എന്താണ്? നമ്പർ ഓഫ് മോളിക്യൂൾസ് വെച്ചിട്ടാണ്. നമുക്ക് പിന്നെ തിരിഞ്ഞു പോകുന്നത് ചാൾസ് നിയമമാണ്. ചാൾസ് നിയമം എന്താണ്? അതേപോലെ തന്നെ ടെമ്പറേച്ചറും വോളിയവും തമ്മിലാണ് ചാൾസ് നിയമം വരുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് മറ്റേത് കറക്റ്റായിട്ട് കിട്ടിക്കോളും. എസ് ആൻഡ് പി ബ്ലോക്ക് മൂലകങ്ങളെ ചേർത്ത് പറയുന്ന പേരെന്ത്? എസ് ആൻഡ് പി ബ്ലോക്ക് മൂലകങ്ങൾ. ഇത് 128/2024 നമ്മുടെ കോഴിക്കോട്, കോട്ടയം, LD ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിനെയാണ് നമ്മൾ പ്രാതിനിധ്യ മൂലകങ്ങൾ എന്ന് പറയുന്നത്. എസ് ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മുതൽ 1ഉം 2ഉമാണ്. പി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ 13 മുതൽ 18 വരെയാണ്. ഇവ ഒരുമിച്ച് പറയുന്ന പേരാണ് എന്താ? പ്രാതിനിധ്യ മൂലകങ്ങൾ. എന്താണ് അപ്പോൾ സംക്രമണ മൂലകങ്ങൾ എന്ന് പറഞ്ഞാൽ 3 മുതൽ 12 വരെയുള്ള ഡി ബ്ലോക്ക് എലമെന്റ്സിനെ പറയുന്ന പേരാണ് സംക്രമണ മൂലകങ്ങൾ. എഫ് ബ്ലോക്ക് മൂലകങ്ങളെ പറയുന്ന പേരെന്താണ്? ലാന്തനോയിഡ്സും അതേപോലെ തന്നെ ആക്ടിനോയിഡ്സ് എന്ന് പറയും. ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ബ്ലോക്ക് മൂലകങ്ങളാണ്. ലോഹങ്ങൾ നേർപ്പിരിച്ച ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ലോഹം ഏത്? PSCയുടെ റിപ്പീറ്റ് ചെയ്യണ ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഏതാണ്? ഉണ്ടാകുന്ന വാതകമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പുതിയതായി കണ്ടുപിടിച്ച കാർബണിൻ്റെ രൂപാന്തരത്വമാണ് എന്താ? കാർബൺ നാനോ ബഡ് എന്ന് പറയുന്നത്. ഗ്രാഫൈറ്റ്, പ്രധാനപ്പെട്ട കാർബണിൻ്റെ രൂപാന്തരങ്ങൾ എന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് വജ്രമാണ്. ഓക്കെ, നമ്മുടെ വജ്രം ഇതാണ് ഏറ്റവും കാഠിന്യമുള്ള കാർബണിൻ്റെ രൂപം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? വജ്രമാണ്. പിന്നെയുള്ളത് ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മൃദുവായ ക്രിസ്റ്റലീയ രൂപമാണ്. ഇത് വൈദ്യുതി കടത്തിവിടുന്ന രൂപമാണ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെയുള്ളതാണ് ഫുള്ളറിൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ബക്കി ബോൾസ്. ഇതാണ് ചോദിക്കാറുള്ളത്. ബക്കി ബോൾസ് എന്നറിയപ്പെടുന്ന കാർബണിൻ്റെ രൂപാന്തരമാണ് ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതേതാണ്? ഫുള്ളറിനാണ്. അടുത്തതാണ് ഗ്രഫീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഗ്രഫീനിൽ നമുക്കൊരു കറണ്ട് അഫെയർ പഠിക്കാനുണ്ട്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഗ്രഫീൻ ഇന്നവേഷൻ കേന്ദ്രം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലാണ്. ഇന്നവേഷൻ കേന്ദ്രമാണ് നമ്മുടെ കേരളത്തിലുള്ളത്. പിന്നെയുള്ളതാണ് അമോർഫസ് കാർബണുകൾ. അമോർഫസ് കാർബൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പരലാകൃതിയിലുള്ള കാർബണിൻ്റെ രൂപാന്തരം ചോദിക്കാറുണ്ട്. അതേതാണ്? അമോർഫസ് കാർബൺ ആണ്. അപ്പോൾ പുതിയതായി കണ്ടുപിടിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? കാർബൺ നാനോ ബഡ്സ് ആണ്. ഇവരിൽ ആർക്കാണ് 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? ആർക്കൊക്കെയായിരുന്നു? മൗങ്കി ജി ഭവൻഡി, ലൂയിസ് ബ്രൗസ്, അലക്സ് എക്കിമോവ്. അപ്പോൾ ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഞാൻ പറഞ്ഞത് കഴിഞ്ഞ പരീക്ഷയ്ക്ക് അനലൈസ് ചെയ്തവർക്ക് ഈ ഒരു 2-3 മാർക്ക് സുഖമായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ കെമിസ്ട്രി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്